പ്രൈസ് ദി ലോർഡ്. ടെക്മീലുള്ള യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായിട്ട് എന്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെക്മീലുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ തുടർന്ന് ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കുറെ കൂട്ടുകാർ അവർക്ക് ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോണി ഹാബേൽ, സിൽഷ ജോസിനും അതുപോലെ സിൽഷയുടെ മോൻ ബേസിലിനും പിന്നെ ശ്രേയ പിന്നെ ജനീഷ, ഇവർക്കെല്ലാവർക്കും എന്റെ വക സ്പെഷ്യൽ ഹായ്. ജനീഷ നമ്മുടെ ഒരു തമിഴ് വ്യൂവർ ആണ്. ഒറ്റ വീഡിയോയിൽ മുടങ്ങാതെ കാണുന്ന ഒരു കുട്ടിയാണ് ജനീഷ. അതുപോലെ വേറെയും നമുക്ക് തമിഴ് വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോ ഈ പറഞ്ഞ എല്ലാവർക്കും എന്റെ വക സ്പെഷ്യൽ ഹായ്. ഇന്നത്തെ വീഡിയോ പാവയ്ക്ക കൊണ്ടുള്ളതാണ്. പാവയ്ക്ക ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ കയ്പ് കാരണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഇതിന് പാവയ്ക്ക ഫ്രൈ എന്നോ പാവയ്ക്ക ബജി എന്നോ പാവയ്ക്ക പക്കോട എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. ചോറിന്റെ കൂടോ ചപ്പാത്തിയുടെ കൂടോ അതല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷ്. ഒട്ടും കയ്പറിയില്ല, നല്ല ടേസ്റ്റിയാണ്. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ 4 പാവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം നല്ല ഈ വെള്ള കളറിലുള്ള പാവയ്ക്ക്. ഇച്ചിരി സാധാരണ പറയുന്നത് ഇതിന് ലേശം കയ്പ് കുറവായിരിക്കും, മറ്റതിന് കയ്പ് കൂടുതലാണെന്നാ പറയുന്നത്. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് എത്ര വേണം, എങ്ങനെ വേണം അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരെണ്ണം മതിയെങ്കിൽ ഒരെണ്ണം എടുക്കാം, 4 വേണേ 4 എടുക്കാം, അതിൽ കൂടുതൽ വേണേ എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ ആദ്യം നമുക്ക് ഇത് നന്നായിട്ട് കഴുകി ഒന്ന് തുടച്ച ശേഷം നമുക്ക് പീസാക്കണം. ഇതേപോലെ റൗണ്ടിന് വേണം അരിയാൻ. ഒത്തിരി കട്ടി കൂടണ്ട, എന്നാൽ ഒത്തിരി കുറയുകയും വേണ്ട. ഇത് ശരിക്കും മുറ്റിയ അരിയുടെ മാത്രമേ ഞാൻ അകത്തെ കളഞ്ഞിട്ടുള്ളൂ. അത് കഴിക്കാമെന്നുള്ളവർക്ക് അതും കളയണ്ട, കാരണം നമ്മൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ അത് നല്ല ക്രിസ്പി ആവും. അതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്, ബാക്കിയൊന്നും എന്തേ കളഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കളയണമെങ്കിൽ കളയാം, കളയാതിരിക്കണ്ടെങ്കിൽ ഇരിക്കണ്ട, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ ഇതാണ് പരുവം. കട്ടി കണ്ടോ? ഇനി നമുക്ക് ഇതിന്റെ ബാറ്റർ തയ്യാറാക്കണം. കടലമാവാണേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഗ്ലാസ്സിന് കൊച്ചു ഗ്ലാസ്സാ, 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അരിപ്പൊടി നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഒരു 2 ടീസ്പൂൺ. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കലക്കണം. ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചാൽ ഇത് കട്ട കെട്ടും, പിന്നെ വെള്ളം കൂടിപ്പോവും. അത് അവോയ്ഡ് ചെയ്യാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് മിക്സ് ചെയ്യാം. ബാറ്റർ നമുക്ക് കുറച്ച് കുറവാ, ഞാൻ 1/2 ഗ്ലാസ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ കണക്കെന്ന് പറയുന്ന ഒരു പാവയ്ക്കായ്ക്ക് ഒരു 1/2 ഗ്ലാസ് കടലമാവ് മതിയാവും. ഇപ്പൊ നമ്മൾ 4 പാവയ്ക്കയല്ലേ എടുത്തേ, അപ്പൊ ആ ഗ്ലാസ്സിന് 2 ഗ്ലാസ് കടലമാവ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ പാവയ്ക്കയിലൊന്നും ഉപ്പ് തെളിക്കുന്നില്ല, ഈ ബാറ്ററിലുള്ളതേ ഉള്ള. കാശ്മീരി മുളക് പൊടിയ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഗരം മസാല 1/2 ടീസ്പൂൺ. ഇത് ആദ്യമായിട്ട് മിക്സ് ചെയ്താലും കുഴപ്പമില്ലേ, ഇപ്പൊ പകുതി കലക്കിയിട്ട് തന്നെ ഉപ്പും ഒക്കെ ചേർക്കണമെന്നൊന്നും ഇല്ല, ആദ്യം തന്നെ ഇട്ട് വേണം ചെയ്യാം. ഇതാണ് പരുവം, ഈ പരുവം. ഇനി നമുക്ക് ഇത് മുഴുവൻ ഇതിനകത്ത് വേണമെങ്കിൽ ഇട്ടിളക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാൻ നേരം ഇങ്ങനെ ഓരോന്നോരോന്നും മുക്കി വേണേലും എണ്ണയ്ക്കകത്ത് ഇടാം. അപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത് കുറച്ച് ഇതിനകത്തേക്ക് ഇടാൻ പോവാ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്തോട്ട് മാറ്റിയത്, കറക്റ്റ് പരുവം കാണാൻ വേണ്ടി. ഇങ്ങനെ പിടിച്ചിരിക്കണം, അതാ പരുവം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവറോ എന്താണെന്ന് വെച്ചാൽ എടുക്കാമേ. എണ്ണ ചൂടായ ശേഷം തീ അല്പം കുറച്ച് വെച്ച് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഈ നടുക്കത്തത് കളയാതെ എടുക്കുന്നത് കുറച്ചുകൂടെ നല്ലത്, കാരണം അതിനകത്ത് മാവ് നന്നായിട്ട് അന്നേരം പിടിക്കുമേ. ഇട്ടിട്ട് ഉടനെ തിരിച്ചിടരുത്, ലേശം ഒന്ന് മൂത്ത ശേഷമേ തിരിച്ചിടാവൂ. ഇപ്പൊ നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കഴിവതും ഇതിന്റെ നടുക്കത്തത് കളയാതെ ഇരിക്കുന്നതാ നല്ലത്, മസാല പിടിക്കാൻ. കാരണം അത് കളയാത്തതിൽ നന്നായിട്ട് മസാല പിടിക്കും. ഇനി നമുക്കിത് കോരിയെടുക്കാം. ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ
ഇഷ്ടമായെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കാണ് എനിക്ക് ഓരോ വീഡിയോ ഇടാൻ പ്രചോദനം, അത് മറക്കരുത്. നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പൊ വീണ്ടും ഒരു വെറൈറ്റി ഡിഷുമായി ഞാൻ ഉടൻ വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.